ജിൽസി, പ്രധാനമായും ഇന്ന് വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുമായി ബന്ധപ്പെട്ട് മഴ ഇന്നിപ്പോൾ കോഴിക്കോട് രാവിലെ തന്നെ ശക്തമായ മഴയുണ്ട്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടെന്ന് വടകര SP ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് നടക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ, ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെ, ഒപ്പം തന്നെ അത് പ്രചരിപ്പിച്ചവരെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. മറ്റൊന്ന്, ഈ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് മാമിയുടെ ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈംബ്രാഞ്ച് സംഘം നടക്കാവ് പോലീസിൽ നിന്ന് ശേഖരിച്ചിരുന്നു. അപ്പോൾ മൊഴിയെടുപ്പിലേക്ക് നീങ്ങാനാണ്, വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് ഈ സംഘം ലക്ഷ്യമിടുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും. ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാലക്കാട് ജില്ലയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജിൽസി.